ഹായ് ഹലോ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ ഇടുന്ന ഒരു വീഡിയോ ആണ്. വേറൊന്നും കൊണ്ടുമല്ല, നമ്മൾ ഒരുപാട് മ്യൂസിക്, നമുക്ക് പാട്ടുകൾ കേൾക്കാൻ വളരെ ഇഷ്ടമുള്ള ആളുകളാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഇപ്പം ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഇപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ ഒരുപാട് ഫേസ്ബുക്ക് ഗ്രൂപ്പിലും എല്ലാത്തിലും എപ്പോഴും ഏറ്റവും കൂടുതൽ പേര് ആവശ്യപ്പെടുന്നതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പേര് എന്താ പറയുന്നത് ചോദിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ആംപ്ലിഫയറുകളെ പറ്റിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലേക്ക് നമുക്ക് കാണാൻ പറ്റും ഒരുപാട് അസംബ്ലിംഗ് ആയിട്ടുള്ള ഒരുപാട് സെറ്റുകൾ കാണാൻ പറ്റും. ഇപ്പോൾ വീടുകൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ വണ്ടികൾക്കൊക്കെ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പലരും പറയുന്നത് കേൾക്കാം, ഇത് ശരിക്കും പറഞ്ഞാൽ ഒറിജിനലിനേക്കാളും നല്ലതാണ്, അതിനേക്കാളും സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ശരിക്കും ഇന്നത്തെ ഒരു വീഡിയോ ശരിക്കും ഒറിജിനലായിട്ടുള്ള, അതായത് കമ്പനിയുടെ ഓൺ ആയിട്ട് വരുന്ന മ്യൂസിക് പ്ലെയറുകളും അല്ലെങ്കിൽ നമ്മൾ ലോക്കലായിട്ട് പലരോടും ചോദിച്ചൊക്കെ ചെയ്യുന്ന അസംബ്ലിംഗ് ആയിട്ട് വരുന്ന സെറ്റുകളും തമ്മിൽ എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം, അസംബ്ലിംഗ് സെറ്റുകൾ തീരെ മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ എങ്കിലും ഒറിജിനലും ഇതും തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. നമ്മൾ അസംബ്ലിംഗ് സെറ്റ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പേര് അതിൻ്റെ അകത്തെ പവർ സെക്ഷൻ ഏറ്റവും കൂടുതൽ ചെയ്യാറുണ്ട്. അതായത് പവർ സെക്ഷൻ കൂടുതൽ ആംബിയറുള്ള ട്രാൻസ്ഫോമറും കാര്യങ്ങളൊക്കെ വെച്ച് കപ്പാസിറ്ററുകളൊക്കെ ഫിൽറ്റർ ചെയ്ത്, കാരണം അതിൽ അവർ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നതാണ്, പ്രത്യേകിച്ച് അസംബ്ലിംഗ് സെറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ വളരെ ഓവറായിട്ട് തോന്നാറുണ്ട്. ലൈക്ക് എന്താ പറയുന്നത്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ സെയിം വാട്ടേജും കാര്യങ്ങളും ആണെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം ഉള്ളൊരു പവർ സപ്ലൈ അവർ ചിലപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടാവുക. ബട്ട് അതെന്താണെന്ന് വെച്ചാൽ അവർ ആക്ച്വലി എല്ലാ കാര്യവും കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടുന്ന പവർ ഡെലിവറി എന്താണോ അതായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, ഈ ഒരു പവർ സപ്ലൈ എടുത്തു, ഇതിൻ്റെ അകത്ത് നമുക്ക് പല വോൾട്ടേജിലോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ പല കൺവെർട്ടർ സർക്യൂട്ടുകൾ യൂസ് ചെയ്യും. ഈ കൺവെർട്ടർ സർക്യൂട്ടുകൾ തന്നെ വളരെ ചീപ്പായിട്ടുള്ള ഈ ബക്ക് ബൂസ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ ക്ലാസ് ഡി പോലെയുള്ള ആംപ്ലിഫയർ സെറ്റുകളിൽ ഞാൻ കാണാറുണ്ട്. ബക്ക് ബൂസ്റ്റ് ആയിട്ടുള്ള ചെറിയ ചീപ്പായിട്ട് വരുന്ന 100-150 രൂപയ്ക്ക് കിട്ടുന്ന കൺവെർട്ടർ സർക്യൂട്ടുകൾ, അല്ലെങ്കിൽ ഒരു 5 വോൾട്ട് എടുക്കാൻ ഏറ്റവും കൂടുതൽ 7805 എന്നുള്ള ഇതാണ്. നേരെ മറിച്ചൊരു ബ്രാൻഡിൽ എടുത്ത് നോക്കുക, അതിൻ്റെ പവർ സപ്ലൈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ക്ലീൻ ഡിസൈൻഡ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7805 ICO അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഡയറക്റ്റ് ഡ്രോപ്പ് ചെയ്യുന്നൊരു ഇതോ കാണത്തില്ല. പ്രത്യേകിച്ച് ഇനി അങ്ങനെ എടുക്കണമെങ്കിൽ തന്നെ അവരൊരു ക്ലോസ്ഡ് ഫീഡ്ബാക്ക് സിസ്റ്റം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ 7805 ഏറ്റവും വലിയ ഇത് എന്താണെന്ന് പറഞ്ഞാൽ അത് ഓപ്പണാണ്. അതായത് അതിന് ഔട്ട്പുട്ടിൽ നിന്നും ഒരു കമാൻഡ് എടുത്ത് അല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ നിന്നും ഒരു ഇതെടുത്തിട്ട് കൺട്രോൾ ചെയ്യുന്ന അങ്ങനത്തെ പരിപാടികളും കാര്യങ്ങളും ഇല്ല. ഇതിൻ്റെ അകത്ത് ഒരു പവർ സെക്ഷനിൽ ഒരു 5 വോൾട്ട് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി 5 വോൾട്ട് ആയിരിക്കും. ഇപ്പുറത്ത് മാറിയാലും യാതൊരു ചേഞ്ചും ഇല്ല. അപ്പോൾ 7805 അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റും ടെമ്പറേച്ചർ വേരിയേഷൻ കാര്യങ്ങൾ വരുമ്പോൾ മാറുന്നത്. അപ്പോൾ പവർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ലീൻഡ് പവർ സെക്ഷനാണ് ഇതിൻ്റെ അകത്ത്. ഓക്കെ, ഇനി ഇപ്പുറത്തെ ആംപ്ലിഫയർ സെക്ഷന് മുന്നേ വരുന്ന പവർ ആംപ്ലിഫയർ സെക്ഷന് മുന്നേ വരുന്ന കാര്യങ്ങളാണ് ബഫർ ആംപ്ലിഫയറുകൾ, പ്രീ ആംപ്ലിഫയറുകൾ. ഈ ബഫർ ആംപ്ലിഫയറും പ്രീ ആംപ്ലിഫയറും ഇതിൻ്റെ അകത്ത് നമ്മൾ ലോക്കലായിട്ടുള്ള അസംബ്ലിംഗ് സെറ്റിൽ ഏറ്റവും കൂടുതൽ നോക്കി കഴിഞ്ഞാൽ അനലോഗ് ICകളോ കാര്യങ്ങളോ ഒക്കെ വെച്ചിട്ടുള്ള, അതായത് ഓപ്പാംസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ നേരെ മറിച്ച് ഇപ്പുറത്ത് വരുവാണെങ്കിൽ ജനറൽ പർപ്പസ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് അല്ല, ഒരു IC അല്ലായിരിക്കും, കമ്പനി ഓൺ ആയിട്ടുള്ള പല ICകളും വെച്ചിട്ടായിരിക്കും. അതായത് ഇതിന് വേണ്ടിയിട്ട് തന്നെ സ്പെഷ്യലൈസ്ഡ് ഡിസൈൻ ചെയ്തിട്ടുള്ള അനലോഗ് ICs ആയിരിക്കും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നടക്കുന്ന A to D കൺവേർഷൻ, പല രീതിയിലുള്ള കൺവേർഷൻ, അതിൻ്റെ ആ ഒരു എന്താ പറയുക സ്പീഡ് ഓഫ് പ്രോസസ്സ്, അല്ലെങ്കിൽ ഡേറ്റകളെ റിക്കവർ ചെയ്യാനുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ അധികം ഡിഫറൻസ് ഉണ്ട്. ഇനി ഇപ്പുറത്ത് വന്നു കഴിയുമ്പോഴത്തേനും ഏതെങ്കിലും തരത്തിലുള്ള ഒരു മൈക്രോ കൺട്രോളർ വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു IC ഉണ്ടാവും ഇവിടെ, അതായത് അസംബ്ലിങ്ങിൻ്റെ അകത്ത്. നേരെ മറിച്ച് ഇപ്പുറത്ത് ആക്ച്വലി ഒരു സൗണ്ട് പ്രോസസ്സർ ആയിരിക്കും ഉണ്ടാവുക. ഈ സൗണ്ട് പ്രോസസ്സറിന് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അതായത് ഒരു സാംസങ്ങിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മോട്ടോറോളയുടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫിലിപ്സിൻ്റെ ആയിക്കോട്ടെ, സോണിയുടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വളരെ പ്രശസ്തമായിട്ട് നിൽക്കുന്ന ഇൻഫിനിറ്റി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ JBL, അല്ലെങ്കിൽ കെൻവുഡ്, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് കമ്പനികളില്ലേ. അപ്പോൾ അവരുടെ എല്ലാം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സൗണ്ട് പ്രോസസ്സിങ് IC ഉണ്ടാവും. ആ ICക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ICക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നിടത്തോളം ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു ICക്ക് ഒരിക്കലും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ ഒരു നോട്ട്, ഒരു മ്യൂസിക് നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള കീ നോട്ട്സുകളെയൊക്കെ ക്യാപ്ചർ ചെയ്യാൻ ഈ ഒരു ബ്രാൻഡഡ് സിസ്റ്റത്തിന് പറ്റുന്ന അത്രത്തോളം തന്നെ ഈ ഒരു സിസ്റ്റത്തിന് ശരിക്കും പറ്റണം എന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന പ്രോസസ്സർ തന്നെയാണ് കാര്യം. അതിനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ കുറേ പാട്ടുകൾ നമുക്ക് അറിയാം. നമ്മൾ നാഷണൽ പാനാസോണിക് അല്ലെങ്കിൽ പാനാസോണിക് ഇതിൻ്റെയൊക്കെ പഴയ കാലത്തെ പ്ലെയറുണ്ടോ 90കളിലൊക്കെ ഉണ്ടായിരുന്നത്. ആ പ്ലെയർ നമുക്കൊരു മ്യൂസിക് കേൾക്കുമ്പോഴത്തേനും എന്ത് രസമായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ അസംബ്ലിങ്ങിൽ ആ ഒരു സെയിം മ്യൂസിക് ഇട്ടാലും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബോറടിച്ചു പോകും.
ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ എത്ര പഴകിയ പാട്ടാണെങ്കിലും അതിൻ്റെ അകത്ത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് എന്താണെന്ന് അറിയത്തില്ല. ആ മ്യൂസിക് ഫ്രീക്വൻസി, ആ ജനറേഷൻ, അല്ലെങ്കിൽ മ്യൂസിക്കിൻ്റെ ആ ഒരു മാച്ചിങ്, അല്ലെങ്കിൽ എല്ലാ കാര്യവും നമ്മൾ വളരെയധികം എന്താ പറയുന്നത് സിങ്ക്രണൈസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് അത്രത്തോളം നല്ലൊരു ഒരു ഒരു നല്ലൊരു ഇത് കിട്ടുന്നത്. ഒരു കാറിൽ വെക്കുവാണെങ്കിൽ തന്നെ ഇൻഫിനിറ്റി അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആൽഫിൻ പോലെയുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള വളരെ കൂടിയ പ്രീമിയം സെറ്റുകളുടെ അത്ര ഒന്നും പെർഫോമൻസോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ലാരിറ്റിയോ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ക്ലാരിറ്റിയോ റീപ്രൊഡക്ഷനോ നമുക്ക് ഒരിക്കലും മറ്റുള്ള ഇതിലേക്ക് അവകാശപ്പെടാൻ സാധിക്കത്തില്ല ഒരിക്കലും. കാരണം വില തമ്മിൽ അത്രത്തോളം അണ്ടമാനം വ്യത്യാസമുണ്ട്. അപ്പോൾ ആ വില കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ക്വാളിറ്റി അതിൻ്റെ അകത്തുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലാതെ ഒരു ബ്രാൻഡ് കിട്ടി എന്നുള്ള പേരിലല്ല അവരത് ഇത് ചെയ്യുന്നത്. അത്രത്തോളം അവർ റിസർച്ച് ആറാണ്ടിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ആ ഒരു പ്രോഡക്റ്റ് അവരുണ്ടാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഓരോ സെക്ഷനും നിങ്ങൾക്കറിയാം, ഒരു ലോക്കലായിട്ടുള്ള ഒരു സെറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ ഒരു സർക്യൂട്ട് ഒന്ന് വളരെ ഒരു ചെറിയൊരു ബോർഡിൽ ഒതുക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സോണിയുടെയോ പൈനിയറിൻ്റെയോ ഒക്കെ ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൽ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ അകത്തെ ഒരു ബോർഡ് ഉണ്ടാകും. അതിൻ്റെ അകത്ത് എന്താ പറയുന്നത് കപ്പാസിറ്ററുകളും റെസിസ്റ്ററുകളും അതിൻ്റെ ഓരോ സെക്ഷനും റിഫൈൻഡ് ആയിട്ട്, അതിപ്പോൾ ഏതെടുത്താലും നിങ്ങൾ അങ്ങനെ തന്നെയാണ്. ഒരു ലോക്കലായിട്ടുള്ള ചാർജർ എടുത്താൽ അതിൻ്റെ അകത്തെ ഒരു സർക്യൂട്ട് എന്തുണ്ട്, അതേപോലെ ബ്രാൻഡഡ് ആയിട്ട് എടുത്താൽ എന്തുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയാണത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം എപ്പോഴും ഉണ്ട്. അപ്പോൾ പല ഗ്രൂപ്പുകളിലും ഈ പറഞ്ഞ പോലെ ഇത് പുലിയാണ്, അത് സിംഹമാണ്, അല്ലെങ്കിൽ പുപ്പുലിയാണ്, ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നു, നമുക്ക് അത്രത്തോളം ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് ശ്രവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ബ്രാൻഡഡുമായിട്ട് നമുക്ക് ഒരിക്കലും തട്ടിച്ചു നോക്കാനോ കമ്പയർ ചെയ്യാനോ ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ജനറലായിട്ട് അഭിപ്രായം. ഇനി എൻ്റെ ഒരു തെറ്റിദ്ധാരണയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള നോളജും അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള അറിവുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് തരണം എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നിർത്തുന്നു.